ാകട്ടെ. ഓക്കെ പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിന്റെ സ്നേഹത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിനെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴികളെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ. അതിന്റെ അവസാനത്തെ 11-ാമത്തെ വാക്യം ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതൊരു അത്ഭുതം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇതിന് കൊടുത്തിരിക്കുന്ന ആ പദത്തിൽ ഒരു വ്യത്യാസമുണ്ട്. അടയാളങ്ങളുടെ ആരംഭം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം പൊതുവെ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന ആ പദത്തെ പരിശുദ്ധാത്മാവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അടയാളം എന്ന ആശയത്തിലാണ്. അത്ഭുതം എന്നുള്ളത് സാധാരണ അസാധ്യമായ ഒരു കാര്യം നിവർത്തിക്കപ്പെടുക എന്നുള്ള അളവിൽ നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ, അടയാളം എന്നുള്ളത് ഒരു സൈൻ എന്നുള്ളത് ഒരു ദിശാസൂചികയാണ്. എന്തിലേക്കോ വിരൽ ചൂണ്ടുന്ന ഒന്നാണ് ഒരു സൈൻ. ഒരു സൈൻ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്തിലേക്കോ വിരൽ ചൂണ്ടുന്ന ഒന്നാണ് ഒരു സൈൻ ബോർഡ്. അപ്പം ഇവിടെ പരിശുദ്ധാത്മാവ് യോഹന്നാന്റെ സുവിശേഷത്തെ പല ഭാഗങ്ങളിലും അത്ഭുതം എന്നുള്ളതിനെ ആ പദം ഉപയോഗിച്ച് രേഖപ്പെടുത്താതെ അടയാളം എന്ന പദം കൊണ്ട് രേഖപ്പെടുത്തുന്നുവെങ്കിൽ അതിൻ്റെ പുറകിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പൊ ഈ പാസേജിൽ വെള്ളം വീഞ്ഞായി എന്ന ആ അത്ഭുതത്തെ ഹൈലൈറ്റ് ചെയ്യാതെ ഈ വെള്ളത്തിന് രൂപമാറ്റം സംഭവിച്ച് അത് വീഞ്ഞായി തീർന്നു എന്നതിനെ എന്തിലേക്കോ ഉള്ള സൂചനാ ബോർഡായിട്ട്, ഒരു സൂചികയായിട്ട്, ഒരു സൈൻ ബോർഡായിട്ട്, ഒരു സൈനായിട്ട്, ഒരു ദിശാസൂചികയായിട്ട് അതിനെ കാണിച്ചിരിക്കുകയാണ്. വെള്ളം വീഞ്ഞാവുക എന്നുള്ളത്, വസ്തുവിന് രൂപമാറ്റം സംഭവിക്കുക എന്നുള്ളത്, അത് കർത്താവിനെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതം എന്ന് പറയുന്നത് അത് അസാധ്യമൊന്നുമല്ല. കർത്താവ് നമ്മളെ എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ തന്നെ എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മളെ ഓരോ ദിവസവും ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സാധ്യമല്ല എന്ന് വിചാരിക്കുന്ന അസാധ്യങ്ങളെ സാധ്യമാക്കുവാനൊക്കെ കർത്താവ് ഇടവരുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്താൽ നമുക്ക് അത്ഭുതങ്ങൾ എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സർവ്വസാധാരണമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ അടയാളം എന്നുള്ളത് അല്പം കൂടെ മുന്നോട്ട് പോയി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത്ഭുതം എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്ന് അല്പം കൂടെ മുന്നോട്ട് പോയിട്ട് മനസ്സിലാക്കേണ്ടിയ ഒരു പദമാണ് അടയാളം. അപ്പൊ ഈ വേദഭാഗത്തിനകത്ത് കാണുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും എങ്ങനെയാണ് ഇതൊരടയാളമായി ഭവിച്ചത് എന്ന് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഈ പാസേജിലൂടെ പരിശുദ്ധാത്മാവ് അടയാളം എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ത് എന്ന് നമ്മുടെ ആത്മിക ജീവിതത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ ഒരു പരിശ്രമം നമുക്ക് ചെയ്യാം. ഒരു കർത്താവിൽ ആശ്രയിച്ച് അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, യേശുവിൻ്റെ അമ്മ
വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ, 2-ാം വാക്യം, അവനോട് 3-ാം വാക്യം, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നാമത്തെ അടയാളം യേശുവിന്റെ അമ്മയെ സംബന്ധിച്ചുള്ള ഒരു അടയാളമാണ്. എന്താണ് ആ അടയാളം? യേശുവിന്റെ അമ്മ ഈ വീട്ടിൽ വീഞ്ഞു പോരാതെ വന്നപ്പോൾ സാധാരണ ആളുകളെക്കാളും ഒരു പടി കൂടുതൽ ഉത്തരവാദിത്വത്തിന്റെ ചിന്തയോടെ അതിനെ പരിഗണിച്ചു എന്നത് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ഈ ഭവനം യേശുവിന്റെ അമ്മയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു ഭവനമായിരിക്കാം. ചിലരൊക്കെ പറയുന്നത് യേശുവിന്റെ അമ്മയുടെ സഹോദരിയായ ശലോമയുടെ മകന്റെ വിവാഹമായിരിക്കാം എന്ന് പറയുന്നവരുണ്ട്. എന്തൊക്കെയാണെങ്കിലും ആ വീട്ടിലെ കുറവുകൾ സ്വന്തം ഒരു കൺസേൺ ആയിട്ട്, ഒരു ഭാരമായിട്ട് മാറത്തക്ക വിധത്തിൽ യേശുവിന്റെ അമ്മയ്ക്ക് ഈ ഭവനവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കറിയാം, ഈ 2-ാം അധ്യായം ആരംഭിക്കുന്ന ഇടം വരെ യേശു അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല. ഇല്ലെങ്കിൽ യേശുവിന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് അത്ഭുതം കൂറുമാറ് ഉള്ള പ്രവൃത്തികളൊന്നും നടന്നിട്ടില്ല. പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു വെള്ളം വീഞ്ഞാക്കുമെന്നോ ഇല്ലെങ്കിൽ ഒരു വസ്തുമാറ്റം സംഭവിച്ചിട്ട് വീഞ്ഞാക്കുമെന്നോ ഉള്ള ഒരു പ്രതീക്ഷയോടെ അവർക്ക് വീഞ്ഞ് തീർന്നു പോയി എന്ന് യേശുവിന്റെ അമ്മ പറഞ്ഞതായിട്ട് നമുക്ക് ഊഹിക്കാൻ സാഹചര്യം കുറവാണ്. അപ്പൊ അങ്ങനെയാണ് യേശുവിന്റെ അമ്മ ഇവിടെ പറഞ്ഞതിന്റെ ഒരു മിക്കവാറും ഒരു പശ്ചാത്തലമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ വീടുമായിട്ട് യേശുവിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് മിക്കവാറും യേശുവിന്റെ കസിന്റെ ഒരു വിവാഹമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയാൽ യേശുവിന് തൻ്റെ സ്വാധീനം ഉപയോഗിച്ച്, തൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച്, തൻ്റെ ശിഷ്യന്മാരെ കൊണ്ട്, തനിക്ക് പരിചയമുള്ള ആളുകളെ കൊണ്ട് എവിടുന്നെങ്കിലും വീഞ്ഞു വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവിടുത്തെ പോരായിക നിവർത്തുക എന്നുള്ള ഒരു ആശയമായിരിക്കാം യേശുവിന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് യേശുവിന്റെ അടുക്കൽ ഓടി വന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അടുത്തത് അമ്മ പ്രതീക്ഷിക്കുന്നത് യേശു പെട്ടെന്ന് ശിഷ്യന്മാരെ ഇല്ലെങ്കിൽ ശുശ്രൂഷക്കാരെ ഇല്ലെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും വിളിച്ച്, ഇന്നടത്തിയല്ല അവിടെ ഇത്ര വീഞ്ഞുണ്ടാകും, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ പൈസ കൊടുക്കാന്ന് പറഞ്ഞ വേഗം അത് മേടിച്ചോണ്ട് പോവാ, എന്നാൽ ഇന്നടത്തി എന്ന് ഇത്ര വീഞ്ഞ് അവിടെ കിട്ടുമായിരിക്കും, അത് മേടിച്ചോണ്ട് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അവിടെ ആക്ഷൻ എടുത്ത് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും എന്നുള്ള ആശയത്തിൽ പെട്ടെന്ന് ചെന്ന് പറഞ്ഞതാണ്. പക്ഷെ യേശുവിന്റെ മറുപടി, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. സ്ത്രീയെ എന്ന് അവിടെ വിളിച്ചത് മലയാളത്തിൽ ഒരു നിന്ദാവിഷയമാണ്. സ്വന്തം അമ്മയെ മക്കൾ ആരും സ്ത്രീയെ എന്ന് വിളിക്കാറില്ല. പക്ഷെ ഒരു ആംഗലേയ ഭാഷ സംസാരിക്കുന്ന നാടുകളിൽ ലേഡി എന്നുള്ളത് വളരെ റെസ്പെക്റ്റ് ഉള്ള ഒരു പദമാണ്. ഇവിടെ അങ്ങനെ വിളിച്ചതിന്റെ പേരിൽ ആരും നെറ്റിച്ചൊളിച്ചില്ല. അത് സംസ്കാരത്തിന്റെയും ഭാഷയുടെയും പ്രത്യേകതയാണ്. ക്രൂശിൽ കിടന്നുകൊണ്ടും സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് ആ ഒരു ആശയത്തിൽ മനസ്സിലാക്കേണ്ടിയതില്ല. പക്ഷെ ഇവിടുത്തെ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ അമ്മ മിക്കവാറും യേശുവിന്റെ അടുക്കൽ വന്ന് തൻ്റെ ഒരു അമ്മ എന്നുള്ള ഒരു അധികാര സ്ഥാനത്ത് നിന്നുകൊണ്ടായിരിക്കാം യേശുവിനോട് പറഞ്ഞത്, ഇവിടെ വീഞ്ഞു തീർന്നു പോയി അടുത്ത നടപടി എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. കർത്താവിന്റെ മറുപടി, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു മറുപടി കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഈ ഒരു അടയാളത്തെ നമ്മളൊന്ന് എടുക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ, ഞാനിവിടെ ഒന്നാമത് മനസ്സിലാക്കുന്ന അടയാളം, മകൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് കർത്താവ് എന്നുള്ള സ്ഥാനത്തേക്ക് യേശുവിനെ കാണാൻ കഴിയുക എന്നുള്ളതായിരുന്നു യേശുവിന്റെ അമ്മയായ മറിയെ സംബന്ധിച്ച് ഇവിടെ നാം കാണുന്ന ഒരടയാളം. യേശുവിനെ മകൻ എന്നുള്ള വിധത്തിൽ കാണുന്ന രീതിയിൽ നിന്ന് യേശുവിനെ കർത്താവ് എന്നുള്ള രീതിയിലേക്ക് കാണാനുള്ള ഒരു കാഴ്ചപ്പാട് മറിയയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരടയാളം. ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വ്യക്തിപരമായ ആത്മിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുക? ചിലപ്പോഴൊക്കെ യേശുവിന്റെ അമ്മ യേശുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞതുപോലെ നമ്മളും ചിലപ്പോഴൊക്കെ കർത്താവിന്റെ അടുക്കൽ ചെന്ന് ഡിമാൻഡ് വെക്കുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ ഇന്ന സമയത്ത് ഇന്നതുപോലെ നിവർത്തിച്ചു തരണം എന്ന് ആവശ്യപ്പെടുകയും ചിലപ്പോൾ കർത്താവ് നിവർത്തിച്ച് തരാതിരിക്കുമ്പോൾ കർത്താവിനോട് പിണങ്ങുകയും ചിലപ്പോൾ പ്രാർത്ഥനാ ജീവിതം തന്നെ മാറ്റിക്കളയുകയും ചെയ്യാറുണ്ടോ?
ഈ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹം വിദേശത്ത് ഒരു യൂറോപ്യൻ രാജ്യത്ത് ജോലി ചെയ്യുകയാണ്. സാമാന്യം നല്ല ജോലി അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത്, ഞാനിപ്പോൾ പ്രാർത്ഥനയൊക്കെ കുറച്ചു, ചർച്ചിൽ പോകാൻ എനിക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല, ആകെ ഒരു മടുപ്പാണ്, ആത്മീയതയൊക്കെ പുറകിലോട്ട് പോയി. ഇപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എന്താണ് പ്രശ്നം? അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്, അവരും ഞാനൊക്കെ ഒരുമിച്ചാണ് ഈ രാജ്യത്തേക്ക് വന്നത്. പക്ഷെ അവർക്കൊക്കെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ജോലി കിട്ടി. അവരൊന്നും ദൈവത്തെ അറിയാത്ത പാപികളാണ്, അവര് ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷെ അവരൊക്കെ ഉന്നത സ്ഥാനത്തേക്ക് ചെന്നു. ഞാനിപ്പോഴും സാധാരണക്കാർ ചെയ്യുന്ന ജോലി പോലെ ഞാൻ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഞാൻ ഇത്രയും ആരാധിച്ചിട്ടും, ഞാൻ ഇത്ര ദൈവത്തിന് വേണ്ടി നിന്നിട്ടും ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സാഹചര്യം ദൈവം തന്നില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കുറഞ്ഞു, എൻ്റെ ആരാധന കുറഞ്ഞു, ചർച്ചിൽ പോക്ക് കുറഞ്ഞു. എന്ന് വെച്ചാൽ ചിലരൊക്കെ ദൈവത്തെ കാണുന്നത് അവര് വരച്ച വരയിൽ നിൽക്കുന്ന അവരുടെ ദാസനായിട്ടാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരു വണ്ടിയിൽ നമ്മുടെ ബസ്സിലൊക്കെ ഇരുന്ന് നമ്മുടെ നാട്ടിൻപുറത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ തൊട്ടിപ്പുറത്തിരിക്കുന്ന വ്യക്തി ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ ചെന്ന് ബസ് നിർത്തുമ്പോൾ പെട്ടെന്ന് തൻ്റെ പോക്കറ്റ് തപ്പി അതിൽ നിന്ന് ഒരു 5 രൂപ നാണയം എടുത്ത് ഒറ്റ ഏറെറിഞ്ഞ്, അതിൽ നിന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത്, ഞാൻ 5 രൂപ നാണയം അങ്ങോട്ട് എറിഞ്ഞപ്പോൾ ഈ പറയുന്ന ദൈവം എനിക്ക് 50,000 രൂപയുടെ ഉപകാരം ചെയ്യണമെന്നാണ്. അത് എന്ന് വെച്ചാൽ അതൊരു ബിസിനസ്സാണ്. അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ 10 മടങ്ങ് തിരിച്ചു വാങ്ങിക്കുക എന്നുള്ളതാണ് അവരുടെ ആത്മീയത. പക്ഷെ അതല്ല വചനം പഠിപ്പിക്കുന്ന ആത്മീയത. എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സേവിക്കുന്നു വെച്ചാൽ അതിൻ്റെ ഉത്തരം, എനിക്ക് ജോലി തന്നു, എനിക്ക് പൈസ തന്നു, എനിക്ക് ജോലിയിൽ ഉയർച്ച തന്നു, എന്നെ മാനിച്ചു, ആളുകളുടെ മുമ്പിൽ എനിക്ക് പേര് തന്നു, പ്രശസ്തി തന്നു. അപ്പൊ ദൈവത്തെ സേവിച്ചാൽ പേര് കിട്ടും, പ്രശസ്തി കിട്ടും, ജോലി കിട്ടും, പൈസ കിട്ടും എന്ന് പറയുന്ന ആത്മീയത വെറും മനുഷ്യന്റെ അങ്ങ് താഴേക്കിടയിലുള്ള കാഴ്ചപ്പാടാണ്. അതല്ല വചനം പറയുന്ന ആത്മീയത. വചനം പറയുന്ന എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ സേവിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ മുറുകെ പിടിക്കുന്നു ചോദിച്ചാൽ വചനം പറയുന്ന ഉത്തരം, എന്നെ കർത്താവ് സ്നേഹിച്ചതുകൊണ്ട്, എനിക്കായി ജീവൻ വെടിഞ്ഞതുകൊണ്ട്, എൻ്റെ മേലുണ്ടായിരുന്ന പാപത്തിന്റെ ചങ്ങലയെ പൊട്ടിച്ച് കളയത്തക്കവണ്ണം എൻ്റെ അകത്ത് സ്വാതന്ത്ര്യം തന്നതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ സേവിക്കുന്നത്. ഇന്നെൻ്റെ പ്രാണൻ പോയാൽ എനിക്കൊരു നിത്യതയുണ്ടെന്നുള്ള ഉറപ്പ് എൻ്റെ അകത്ത് തന്നതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ സേവിക്കുന്നത്. പ്രതികൂലവും പ്രതിസന്ധിയും വന്നപ്പോൾ യോബ് പറഞ്ഞൊരു വാക്യമുണ്ട്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. എന്ന് വെച്ചാൽ പ്രതിസന്ധിയുടെ അങ്ങേ അറ്റത്തോടെ പോകുമ്പോഴും രാഗി മിനുക്കിയ മൂർച്ചയുള്ള ആയുധം പോലെ അവരുടെ ജീവിതം ഇങ്ങനെ പുതുകി 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 വന്നുകൊണ്ടിരിക്കും. അതാണ് യഥാർത്ഥ ആത്മീയത. ആമേൻ. യഥാർത്ഥ ആത്മീയത ജീവിതത്തിനകത്ത് രൂപപ്പെട്ടു വരിക എന്നുള്ളതാണ് ഈ പറയുന്ന നാം ഈ വായിച്ച വേദഭാഗത്തിൽ നിന്ന് ഒന്നാമത് നമ്മൾ കാണുന്ന അടയാളം. അത്ഭുതം എന്ന ആസ്പെക്റ്റിനെ അടയാളം എന്ന ലെവലിലേക്ക് അങ്ങ് മുന്നോട്ട് പോയി മനസ്സിലാക്കുക എന്ന് പറയുന്നിടത്ത് ആദ്യം നമുക്ക് മനസ്സിലാകുന്ന കാര്യം, യേശുവിൻ്റെ അമ്മയെ സംബന്ധിച്ച് യേശുവിനോട് ഡിമാൻഡ് വെക്കുകയും ആ യേശുവിനോട് കമാൻഡ് ചെയ്യുകയും അമ്മ എന്നുള്ള അധികാര സ്ഥാനത്ത് നിന്നുകൊണ്ട് യേശുവിനോട് ചില കാര്യങ്ങളും പറയുകയും ചെയ്യുക എന്നുള്ളതിൽ നിന്ന് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീരെന്ന് പറയുന്ന വിധേയത്വത്തിന്റെ ലെവലിലേക്ക് ഒരു മാറ്റമുണ്ടാക്കുന്ന ഒരു വസ്തുതയായിരുന്നു ഇവിടെ അടയാളം എന്ന് പറയുന്നത്. പലപ്പോഴും പലരുടെയും ആത്മീയത ഇങ്ങനെയാണ്. ഇപ്പൊ യാക്കോബ് വിചാരിച്ച് യാക്കോബിന്റെ കണ്ണിങ്നെസ് ഉണ്ട്, യാക്കോബ് എടുത്തിരിക്കുന്ന വളരെ ഷൂഡായിട്ടുള്ള യാക്കോബിൻ്റെതായ ശൈലിയുണ്ട്, ബുദ്ധി സാമർഥ്യമുണ്ട്. ഇതൊക്കെ വെച്ച് പലതും യാക്കോബിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ദൈവം ആര്, ആത്മീയത എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്ന, ഞാൻ ചിന്തിക്കുന്ന, എൻ്റെ ബുദ്ധി വൈഭവത്തിനനുസരിച്ച് നിന്ന് എന്നെ സഹായിക്കുന്ന ഒരാളെന്നതിൽ കവിഞ്ഞൊന്നും ദൈവസന്നിധിയിലുള്ള സമർപ്പണമോ വിധേയത്വമോ, ദൈവസന്നിധിയിൽ ആ കാൽപാദത്തെങ്കിൽ കർത്താവിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കലോ യാക്കോബിന് പലപ്പോഴും ഇല്ലായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ പലതും കണ്ടും കേട്ടും മനസ്സിലാക്കിയും പഠിച്ചും പോകുമ്പോൾ നമ്മുടെ ആത്മീക നിലപാടുകളും ഇങ്ങനെ അധപ്പതിച്ചു പോകാറുണ്ടോ എന്ന് ഇന്ന് രാത്രി നമ്മളൊന്ന് ശോധന കഴിക്കുന്നത് ഈ അടയാളം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും സ്വാധീനിക്കുന്നതിന് ഒരു ഘടകമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവത്തെ ഞാൻ സേവിക്കുന്നത് എനിക്ക് പണം കിട്ടാനും, എനിക്ക് പ്രതാപമുണ്ടാകാനും, പേര് കിട്ടാനും, പ്രശസ്തി ഉണ്ടാക്കാനും, സമൂഹത്തിൻ്റെ നടുവിൽ ഉയർച്ച കിട്ടുവാനും ആണെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, അതല്ല
ആത്മീകത. ലോകത്തിലുള്ള മനുഷ്യന് കഷ്ടതയുണ്ട്, ദൈവ പൈതലിനും കഷ്ടതയുണ്ട്. ലോകത്തിലുള്ളതിന് രോഗമുണ്ട്, ദൈവ പൈതലിന് രോഗമുണ്ട്. അനേക വ്യക്തികളെ രോഗസൗഖ്യം കൊടുത്ത, അനേക അത്ഭുതങ്ങൾ കാണിച്ച, മരിച്ചവരെ പോലും ഉയർത്തെഴുന്നേൽപ്പിച്ച ഏലീശ മരണഹേതുവായ രോഗം പിടിച്ചു കിടന്നുവെന്നും ആ രോഗം മുഖാന്തരം ഏലീശ മരിച്ചുവെന്നും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് പ്രാർത്ഥനയിലൂടെ മാറാം, പക്ഷെ കിഡ്നിക്ക് പ്രയാസം ഉണ്ടാകില്ലെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. കിഡ്നിയുടെ പ്രയാസം പ്രാർത്ഥനയിലൂടെ മാറാം, പക്ഷെ ലിവറിന് കംപ്ലൈന്റ് ഉണ്ടാകില്ലെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ വന്നേക്കാം, നമുക്ക് ക്ഷീണവും പ്രയാസവും വന്നേക്കാം. പക്ഷെ നാം ലോകക്കാരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം, ലോകക്കാരൻ ക്ഷീണവും പ്രയാസവും ഉണ്ടാകുമ്പോൾ, ഇടർച്ചയായിട്ട് തകർന്നു പോകുന്ന സാഹചര്യത്തിന്റെ നടുവിലൊക്കെ ആകുമ്പോൾ, ദൈവത്തിന്റെ പ്രത്യേകത രോഗവും തളർച്ചയും വേദനയും പ്രയാസവും ഒക്കെ വന്നാൽ അവർ കർത്താവിലേക്ക് ഒരു പടി കൂടി അടുത്തിയെല്ലാം കർത്താവിനെ മുറുകെ പിടിക്കും. അവരുടെ ആത്മീയതയിൽ അവർ രാഗി മിനുക്കിയ മൂർച്ചയുള്ള ആയുധം പോലെ വർദ്ധിച്ചു വരും. ഇതാണ് നമ്മുടെ വ്യത്യാസം. ഹന്നായിക്ക് മക്കളില്ലാതായപ്പോൾ ഹന്ന ആത്മീകമായിട്ട് വളർന്നു. ഇതാരും ദൈവത്തിന്റെ പദ്ധതി. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോഴാണ് നാം ആത്മീകമായി വളർന്നിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെയാണ്. ഒരു വ്യക്തി പറഞ്ഞതുപോലെ, ഞാൻ സന്തോഷത്തിന്റെ കൂടെ ഒരു ദിവസം നടന്നു, ആ ദിവസം മുഴുവനും സന്തോഷം എന്നെ ചിരിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സന്തോഷത്തിന്റെ കൂടെ നടന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കുവാനില്ലായിരുന്നു. എന്നാൽ മറ്റൊരു ദിവസം ഞാൻ ദുഃഖത്തിന്റെ കൂടെ നടന്നു. കനത്ത മൂകതയായിരുന്നു, ദുഃഖം എന്നോടൊരു വാക്ക് മിണ്ടിയില്ല. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദുഃഖത്തോട് കൂടെ നടന്നപ്പോൾ ഞാൻ പഠിച്ച പാഠങ്ങൾ, the lessons that I learned when I walked with sorrow എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നാം പഠിച്ചിട്ടുള്ള ഏറ്റവും അതിശ്രേഷ്ഠമായ ആത്മീക പാഠങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിലാണ്. പ്രതിസന്ധിയുടെ തീച്ചുള പോയുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ വലിയൊരു പ്രതിസന്ധിയിലൂടെ പോയി. ഏകദേശം ഒരു 10 ദിവസത്തേക്ക് ജീവിതത്തിൽ സകലവും ഫുൾ സ്റ്റോപ്പ് ഇടുന്നു എന്ന് തോന്നുന്നത് പോലെ എൻ്റെ മീറ്റിങ്ങുകളെല്ലാം ക്യാൻസൽ ചെയ്ത് ഞാനങ്ങ് സ്റ്റക്കായി ഒരു വല്ലാത്ത അന്തരീക്ഷത്തിൽ ഞാൻ ആയിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മെയ് മാസത്തിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷകളില്ലാത്തതുപോലെ, മൊത്തം അന്ധകാരം മൂടുന്നത് പോലത്തെ വല്ലാത്തൊരു അന്തരീക്ഷത്തിലായിരുന്നപ്പോൾ, അങ്ങനെ 4 കോണിൽ നിന്നും വാതിലുകൾ അടയുന്നത് പോലത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ അകപ്പെട്ടപ്പോൾ, കൂട്ടിൽ അടയ്ക്കപ്പെട്ടതുപോലെ ഒരു സാഹചര്യത്തിൽ ഞാൻ അകപ്പെട്ട ഒരു വേള എനിക്കുണ്ടായിരുന്നു. ഒരു 10 ദിവസത്തോളം അങ്ങനെ. അതിലൊരു 3-4 ദിവസം കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ആയിരിക്കുന്ന ആ സ്ഥലത്ത് ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ നടന്നു വരണം. ഒരു കാര്യത്തിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി ഞാൻ നടന്നു വരികയാണ്. അവിടെ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ ചുറ്റും ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അരഭിത്തി പോലെ കെട്ടിവെച്ചിട്ടുണ്ട്. ഞാൻ ആ സ്ഥലത്തോട്ട് അടുത്ത് വരുമ്പോൾ ഞാൻ അനുഭവിച്ചത്, എൻ്റെ കൂടെ ഒരാൾ നടക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാനത് കർത്താവിൻ്റെ ആ പ്രസൻസ് ഞാനങ്ങ് ഫീൽ ചെയ്യാൻ തുടങ്ങി. കർത്താവ് എന്നെ ചേർത്ത് പിടിക്കുന്ന പോലെ അനുഭവം എനിക്കുണ്ടായി. അപ്പൊ എനിക്ക് മനസ്സിലായി, അടുത്ത് 200 മീറ്ററും കൂടെ താഴേക്ക് നടന്നാൽ അവിടെ ഒരു സ്ഥലത്ത് ഞാൻ ചെല്ലും, അവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് ചെന്ന് എനിക്ക് ഈ പ്രസൻസ് നഷ്ടപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ കണ്ട ആ മരത്തിന്റെ ആ അരഭിത്തി ഞാൻ ഇരുന്ന് കുറേയേറെ സമയം കർത്താവിനെ എന്നെ ചേർത്ത് പിടിക്കുന്ന ആ പ്രസൻസ് ഞാൻ ഫീൽ ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ആ 10 ദിവസത്തിനകത്ത് ആ പ്രതിസന്ധി എല്ലാം മാറി. അതിനുശേഷം പിന്നെയും ഞാൻ ആ സ്ഥലത്ത് പോയി. കാരണം ആ കർത്താവിൻ്റെ പ്രസൻസ് ഒന്നും കൂടെ അനുഭവിക്കാൻ വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ ഓർമ്മകൾ നമ്മളെ, അപ്പം ഞാൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ അത്ഭുതം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വളരുമ്പോൾ, ഒരടയാളം എന്നുള്ള ലെവലിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ, യേശുവിൻ്റെ അമ്മയെ സംബന്ധിച്ച് ഇവിടുത്തെ അടയാളം വീഞ്ഞു തീർന്നു എന്ന ഈ അധികാരഭാവത്തിൽ കൽപ്പിക്കുന്നിടത്ത് നിന്ന് കർത്താവ് എന്നുള്ള ലെവലിലേക്ക് മനസ്സിലാക്കിയിട്ട് വിധേയപ്പെടുന്ന, തൻ്റെ ബുദ്ധി സാമർത്ഥ്യത്തിൽ നിന്ന് സകലവും നേടിയെടുത്ത യാക്കോബിനെ തമ്പുരാൻ കർത്താവ് അവൻ്റെ തുടയുടെ തടത്തിന് ഞരമ്പിനെ പിടിച്ചപ്പോൾ ആ കാൽപാദത്തിലേക്ക് വീണ് കിടന്നുകൊണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണ വിധേയത്വമാണ് അവിടെ ഉണ്ടായത്. നമ്മുടെ കല്ലായുള്ള ഹൃദയത്തെ മാംസളമാക്കുന്ന ഒരു ആത്മീക അനുഭവമാണ് ഈ പറഞ്ഞത്. ന്റെ ഒരു മനസ്സിങ്ങനെയായിരുന്നു, ഞാൻ യാഗം അർപ്പിക്കും, എൻ്റെ ഇഷ്ടം പോലെ ഞാൻ യാഗം അർപ്പിക്കും, ഞാൻ യാഗം അർപ്പിക്കുന്നതിൽ ദൈവം പ്രസാദിച്ചോണം. പക്ഷെ ഹാബേൽ അങ്ങനെയല്ല.
കയീനോട് കർത്താവ് എന്ന് പറഞ്ഞു, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, നന്മ ചെയ്യുകയിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ എന്ന് വെച്ചാൽ ജീവിതത്തിൽ നന്മയില്ലാതെ യാഗങ്ങൾക്ക് ദൈവം പ്രസാദിക്കില്ലെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഹാബേലിനെ സംബന്ധിച്ച് ജീവിതമായിരുന്നു വലുത്, യാഗമല്ലായിരുന്നു. ജീവിതം വലുതായതുകൊണ്ട് തന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. പക്ഷെ കയീനെ സംബന്ധിച്ച് ജീവിതത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ യാഗം കൊണ്ട് അർപ്പിച്ചിട്ട് പുള്ളിയുടെ ഡിമാൻഡ്, ഞാൻ യാഗം അർപ്പിച്ച് ദൈവം പ്രസാദിച്ചിരിക്കണം എന്നുള്ള ഡിമാൻഡാണ്. ദൈവം പ്രസാദിച്ചില്ല. ദൈവം എങ്ങനെ പ്രസാദിക്കാനാ? അവസാനം ദൈവം ചോദ്യം ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് തർക്കുത്തരം പറയുന്ന ഒരു ലെവലുണ്ട്. ആ ലെവലിലാണ് പാപം കയറി പിടിക്കുന്നത്. ഇന്ന് രാത്രി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവസന്നിധി ദൈവത്തോട് ഡിമാൻഡ് വെച്ച് ദൈവത്തെ വരച്ചവരയിൽ നിർത്തി ഞാൻ പറയുന്നൊക്കെ ചെയ്തു തരുന്ന ആളാണ്, അല്ലെങ്കിൽ പിന്നെ ഞാൻ പിണങ്ങും, ഇതൊക്കെ വെറും ആത്മീക നിലവാരത്തിന്റെ വളരെ താഴെയുള്ള അനുഭവമാണ്. അവിടുന്ന് വളർന്നു കയറി സ്തോത്രം, യേശുവിന്റെ അമ്മയായ മറിയയ്ക്ക് ഇതൊരു അടയാളമായി മാറിയതുപോലെ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറയുന്ന വിധേയത്വത്തിലേക്കുള്ള ഒരു വളർച്ചയാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ അടയാളം എന്താണ്? ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ അടയാളം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2 or 3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, അതായത് ആരോടാണ്? ഈ ശുശ്രൂഷക്കാരെന്ന് പറയുമ്പം ഒരു പക്ഷേ കൂലിക്ക് വിളിച്ചുകൊണ്ട് വന്ന യഹൂദന്മാരാകാം, അല്ലെങ്കിൽ അവിടുത്തെ അടിമകളാകാം, അവിടുത്തെ ദാസന്മാരാകാം. അപ്പൊ ഇവർക്കെന്ന് പറഞ്ഞാൽ കാര്യം പറഞ്ഞാൽ ചെയ്യാന്നൊക്കെ ഉള്ള അവർ അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന. അപ്പം യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. നിങ്ങൾ ഓർത്തു നോക്കണേ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഈ 6 കൽപാത്രം എന്ന് പറയുന്നത് കാല് കഴുകുന്ന വെള്ളം നിറയ്ക്കുന്ന കൽപാത്രമാണ്. എന്തിനാണ് ഈ കാല് കഴുകുന്ന വെള്ളം നിറയ്ക്കുന്നത്? അവരുടെ കല്യാണത്തിന് വരുന്ന ഗസ്റ്റ് നമ്മുടെ ഇവിടത്തെ പോലെ ടാറും സിമെന്റും ഉള്ള റോഡൊന്നും അല്ല. അവിടുത്തെ റോഡ് മണ്ണും ചെളിയും പൊടിയും നിറഞ്ഞ റോഡാണ്. അപ്പൊ അതിലെ നടന്നു വരുമ്പോൾ നമ്മുടെ ഇന്നത്തെ പോലെ ഷൂവും സോക്സും ഒന്നും അന്നില്ല. അവര് തോൽവാറ് കാലിൽ ഇങ്ങനെ ചുറ്റിക്കെട്ടി അടിയിലൊരു സോളും ഉള്ളതാണ് അവരുടെ ചെരുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെറിയ പൊടിയിലൂടെ നടന്നാൽ പോലും കാൽപാദം മുഴുവൻ പൊടിയാകും. അപ്പൊ ഇത് അഴിച്ചേച്ച് ഈ കാൽപാദത്തിലേക്ക് വെള്ളം ഒഴിക്കും. അത് കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, ശിമിയോൻ എന്ന് പറയുന്ന പരീശന്റെ വീട്ടില്. അപ്പൊ കർത്താവ് അവിടെ ചെന്നപ്പോൾ കർത്താവിന്റെ കാലിന് വെള്ളം ഒഴിക്കാനും കർത്താവിന്റെ ശിരസിൽ ഒരു തുള്ളി സുഗന്ധതൈലം പൂശുവാനും ആ മനുഷ്യൻ തയ്യാറായില്ല. കടന്നു വരുന്ന ഗസ്റ്റിന്റെ കാലിലേക്ക് ദാസന്മാരാണ് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഈ വിളിക്കുന്ന വ്യക്തി ഈ ഗസ്റ്റിന്റെ അടുക്കലേക്ക് വീട്ടുടമസ്ഥൻ നേരിട്ട് വന്ന് ആ ഗസ്റ്റിന്റെ തലയിൽ ഒരു തുള്ളി തൈലം ഒഴിച്ച് ആ ഗസ്റ്റിനെ ആലിംഗനം ചെയ്ത് പ്രവേശിക്കുമ്പോഴാണ് ആ ഗസ്റ്റ് ഓണർ ഉള്ള ആളായിട്ട് അവിടെ അംഗീകരിക്കപ്പെട്ട് വിരുന്നുശാലയിലേക്ക് ആനയിക്കപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് ഈ കൽപാത്രവും, അതിനുവേണ്ടിയാണ് ഇതിന്റെ വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? യേശുവിന്റെ അമ്മ പറഞ്ഞ എന്താണ്? അവർക്ക് വീഞ്ഞ് തീർന്നുപോയി. കർത്താവിൽ നിന്ന് ഈ ദാസന്മാര് പ്രതീക്ഷിച്ചു നിൽക്കുന്ന എന്താണ്? ഇപ്പൊ കർത്താവ് പറയും, നിങ്ങൾ നേരെ പോയിട്ട് ഇവിടുന്ന് 5ാമത്തെ വീടിന്റെ അവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് അടുത്ത ഒരു സ്ട്രീറ്റിൽ ചെല്ലും. ആ സ്ട്രീറ്റിൽ ആദ്യം കാണുന്ന കടയുണ്ട്, അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ അവിടെയുള്ള വീഞ്ഞ് മുഴുവനും വാങ്ങിച്ചുകൊണ്ട് പോവാ. അടുത്ത ദാസനോട്, നീ ഇവിടുന്ന് കിഴക്കോട്ട് പോയിട്ട് ഇന്നിടത്തെ ഒരു വീടുണ്ട്, ഞങ്ങളുടെ ബന്ധുവാണ്, ആ വ്യക്തിക്ക് വീട്ടിനകത്ത് കുറച്ച് വീഞ്ഞ് കാണും, അത് മേടിച്ചുകൊണ്ട് പോവാ. അടുത്ത ദാസനോട്, നീ ഇന്ന വഴിക്ക് പോ. ഇത് പറയുമെന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഈ ദാസന്മാര്. കർത്താവ് ഒന്ന് ഈ ദാസന്മാരോട് എന്താ പറഞ്ഞതെന്നറിയാമോ? ഈ കാല് കഴുകുന്ന കൽപാത്രത്തില് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ശരിക്കും ഈ ദാസന്മാര് തിരിച്ചു പറയേണ്ട ഒരു മറുപടി ഉണ്ട്. എന്തോ ഈ പറയുന്നത്? അതിന്റെ ഉപയോഗം കഴിഞ്ഞു. ഗസ്റ്റ് ഇവിടെ എല്ലാവരും വന്നു ചേർന്ന് കഴിഞ്ഞു. ഇനി പുതിയ ഗസ്റ്റ് ഒന്നും വരാനില്ല. ഇവിടുത്തെ പ്രശ്നം കൽപാത്രത്തിലെ വെള്ളം തീർന്നതല്ല, കൽപാത്രത്തിലെ വെള്ളത്തിന്റെ ഉപയോഗം കഴിഞ്ഞു. ഇവിടുത്തെ പ്രശ്നം അവിടെ വീഞ്ഞു തീർന്നതാണ്. എന്താണ് ഇങ്ങനെ കൽപാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ പറയുന്നത്? അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യം ഇങ്ങോട്ട് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇത് ചോദ്യം ചെയ്തില്ല. ചോദ്യം ചെയ്യാതെ കർത്താവ് എന്തോ പറഞ്ഞോ അതിനെ അനുസരിക്കാൻ തയ്യാറെടുത്ത് മാത്രമേ ദൈവപ്രവൃത്തി കാണാൻ പറ്റുള്ളൂ. കണ്ണടച്ച് കർത്താവിനെ വിശ്വസിക്കാൻ പറ്റും. ഇനി ഇതിന്റെ അടുത്ത ലെവൽ ഞാൻ പറയാം. അതിന്റെ അടുത്ത ലെവൽ എന്ന് പറയുന്നത്, ഇവര് വക്കോളം നിറച്ചു. എന്നിട്ട് അടുത്ത വാക്യം ഞാൻ വായിക്കുകയാണ്, 8ാം വാക്യം. ഇപ്പോൾ കോരി വിരുന്നു വാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീനെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അതായത് കൽപാത്രത്തിൽ വെള്ളം നിറച്ചു. ഇനി അടുത്ത വാക്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അറിയാവോ? അടുത്ത വാക്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത്,
നിറഞ്ഞ കൽപാത്രത്തിലെ വെള്ളത്തിന്റെ മുകളിൽ കർത്താവ് കൈ ഇങ്ങനെ ആട്ടി ഈ വെള്ളത്തോട് കൽപ്പിച്ചു. ആ വെള്ളത്തിന് രൂപമാറ്റം സംഭവിച്ച് അത് വീഞ്ഞായി മാറി. എന്നിട്ട് ഇവരോട് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ കൽപാത്രത്തിലേക്ക് കർത്താവ് ഒരു വീഞ്ഞ് എടുത്ത് വീഞ്ഞിന്റെ ഒരു അല്പം കൽപാത്രത്തിലേക്ക് ഒഴിച്ചു. അത് ആ കൽപാത്രം മൊത്തം വീഞ്ഞാക്കി മാറ്റി. എന്നിട്ട് ഇവരോട് കോരി കൊണ്ടുപോയി. അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഈ പച്ചവെള്ളം, കൽപാത്രത്തിൽ നിറച്ച പച്ചവെള്ളം അങ്ങനെ മുക്കി വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്കാൻ ഈ പറയുന്നത്. ഇങ്ങനെയൊക്കെ കർത്താവ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യും. കർത്താവ് ചെയ്തിട്ടുണ്ട് നേരത്തെ. വേറൊരു ഉദാഹരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 10 കുഷ്ഠരോഗികൾ കർത്താവിന്റെ അടുത്ത് വന്നു. ഞങ്ങളെ സൗഖ്യമാക്കണമേ ദൂരത്തു നിന്ന് നിലവിളിച്ച് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന് കാണിക്കാൻ പറഞ്ഞു. അവര് 10 പേരും പോയി. സൗഖ്യമായിട്ടല്ല പോയത്, പോകുന്ന വഴിക്ക് അവർ ശുദ്ധരായി. അല്ലെ, ശമരിയക്കാരൻ മാത്രം തിരിച്ചു വന്നു നന്ദി പറയാൻ. ബാക്കി 9 പേര്. അപ്പൊ എന്ന് വെച്ചാൽ കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം സൗഖ്യമാകാതെ നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 38 വർഷമായി ബെഥെസ്ദ കുളക്കടവിൽ കിടക്കുന്ന മനുഷ്യന്റെ അടുത്ത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കർത്താവ് പറയും സൗഖ്യമാകാം, കർത്താവ് പറയും തളർവാദം മാറട്ടെ, ഇങ്ങനെയൊക്കെ പറയും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവന്റെ തലയെ കൈവച്ച് അവന്റെ ശരീരത്തിലൂടെ വിരലൊടിച്ച്, ഇല്ലെങ്കിൽ അവന്റെ തളർന്നു കിടക്കുന്ന കാൽപാദത്തിൽ കൈവച്ച്, ഇതൊന്നും ചെയ്തില്ല. എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. അപ്പൊ അവൻ ശരിക്കും തിരിച്ചു പറയേണ്ടത്, എന്ത് എന്നെ കളിയാക്കുകയാണോ? 38 വർഷം ഞാനിവിടെ കിടക്കുകയാണ്, ഞാൻ എങ്ങനെ എഴുന്നേക്കുന്നത്, ഞാൻ എങ്ങനെ കിടക്കെടുക്കുന്നത്? ഇങ്ങനെയൊന്നും കളിയാക്കരുത് രോഗികളെ എന്നും പറഞ്ഞുകൊണ്ട് അപഹസിക്കുകയാണ്, തിരിച്ച് ആക്രോശിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാവോ? സൗഖ്യമാകാ എന്ന് പറഞ്ഞോ ഇല്ലയോ എന്ന് അവിടെ വിഷയമല്ല. എഴുന്നേറ്റ് ഇതിന്റെ കിടക്കാൻ അവൻ എഴുന്നേൽക്കാൻ ഒരു പരിശ്രമം അങ്ങോട്ട് ചെയ്തു. ആ പരിശ്രമത്തോടൊപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്ന് അവന്റെ ശിരസ് ഒരു ഉള്ളങ്കാൽ വരെ ആ ദൈവശക്തി അങ്ങോട്ട് വ്യാപരിച്ച് അവൻ സൗഖ്യമാട്ടം എഴുന്നേൽക്കുകയാണ് ചെയ്തത്. അപ്പൊ പലപ്പോഴും കർത്താവ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കൂടുതൽ ഇവിടെ സാഹചര്യമുണ്ട്. വെള്ളം നിറച്ച് വക്കോളം നിറച്ചു വെച്ചിരിക്കുന്ന ഈ വെള്ളം മുക്കി വിരുന്നുവാഴി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? വിരുന്നുവാഴി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ വീഞ്ഞു പോരായി വന്നത്. ഒരു കല്യാണത്തിന് ഭക്ഷണം തികയാതെ വന്നാലത്തെ അവസ്ഥ വീട്ടുകാരോട് ചോദിച്ചു നോക്കണം. ഒരു ഭക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന, ഭക്ഷണത്തിന്റെ ചുമതല മുഴുവൻ എടുത്തിരിക്കുന്ന കാറ്ററിംഗുകാരനോട് ഭക്ഷണം തീർന്നു പോയാലത്തെ അവസ്ഥ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ വിളറി വെളുത്ത് വെറുങ്ങലിച്ച് നിൽക്കുന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക് വെള്ളവും മുക്കിക്കൊണ്ട്, അതും ദാസന്മാരാണ്, വലിയ പ്രധാനികളാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ദാസന്മാരാണെങ്കിൽ എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഈ വെള്ളം വാങ്ങിച്ച് ഇവന്റെ മുഖത്തേക്ക് ഒഴിക്കും, ഇല്ലെങ്കിൽ ആ പാത്രം വെച്ച് ഇവന്റെ മുഖത്തേക്ക് എറിയും. ഇതൊക്കെയാണ് സംഭവിക്കാൻ. ഈ ദാസന്മാർക്ക് ഇത് അറിയാം. പക്ഷെ ഈ വെള്ളം മുക്കി വിരുന്നുവാഴിക്കൊണ്ട് അവരതങ്ങ് അനുസരിച്ചു. ഞാൻ ഇങ്ങനെ വിചാരിക്കുക, അവർ പോകുന്ന വഴിക്ക് ആ വെള്ളം വീഞ്ഞായി അവർ പോലും അറിഞ്ഞില്ല. വിരുന്നുവാഴി നോക്കിയപ്പോൾ ഇത് വീഞ്ഞാണ്. ചിലപ്പോഴൊക്കെ കർത്താവിന്റെ ചില ഡിമാൻഡുകളും കർത്താവ് ആഗ്രഹിക്കുന്നതും കർത്താവ് നമ്മളോട് പറയുന്നതും നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതാണ് അത്ഭുതം എന്നതിന്റെ അപ്പുറത്തേക്കുള്ള അടയാളത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ചിലപ്പോൾ കർത്താവ് പറയുന്നത് എന്നാന്നറിയാമോ? നിന്റെ ചുമലില് ആ ദൈവത്തിന്റെ പെട്ടകം വെച്ചുകൊണ്ട് നിൽക്കുന്ന പുരോഹിതന്മാരോട് പറയാണ്, നിന്റെ കാല യോർദാനിലേക്ക് എടുത്തു വെക്ക്. അപ്പൊ ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം, ഈ പെട്ടകം പിടിച്ചുകൊണ്ട് ഞാൻ ഈ കൂലം കുത്തി ഒഴുകുന്ന യോർദാൻ ലേക്ക് കാലെടുത്ത് വെച്ചാൽ ഞാനും പോവും, പെട്ടകവും പോവും. യോർദാനെ ആദ്യം വറ്റിക്ക്. പക്ഷെ കർത്താവ് അതല്ല ചെയ്തത്. വറ്റാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന യോർദാനിലേക്ക് അവർ കാലെടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ യോർദാന്റെ ഒഴുക്ക് നിന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവ് പറയുന്നത് എന്തോ അത് അതുപോലെ അനുസരിച്ചതിന്റെ അപ്പുറത്താണ് ദൈവപ്രവൃത്തി സംഭവിക്കുന്നത്. നമ്മുടെ ബുദ്ധിക്ക് ഇത് നിരക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കർത്താവ് എന്നെ പഠിപ്പിച്ച പല പാഠങ്ങളിൽ ഒന്ന് ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്നൊരു പാഠം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാന് MTH പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു 3000 രൂപ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തിൽ ഇരിക്കുകയാണ്, പ്രാർത്ഥനയോട് പ്രാർത്ഥന, കർത്താവേ 10,000 രൂപ വേണം, അതിനുവേണ്ടി ദൈവം പ്രവർത്തിക്കണം, ഭയങ്കര പ്രാർത്ഥനയാണ്. അപ്പൊ ഒരു ദിവസം ഈ പ്രാർത്ഥന നടക്കുന്നതിന്റെ ഇടയ്ക്ക്, അപ്പം സമയമുണ്ട് ഇഷ്ടം പോലെ, അപ്പം ഒരു ദിവസം 2 ദിവസമൊക്കെ ആയിട്ട് ഈ പ്രാർത്ഥനയുണ്ട്. അപ്പൊ ഒരു ദിവസം ഈ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് എനിക്കൊരു കോള് വന്നു. എനിക്കറിയാവുന്ന ഒരു പാസ്റ്ററാണ് വിളിക്കുന്നത്.
ഇപ്പൊ ഞാൻ കോൾ എടുത്തു പാസ്റ്ററോട് സംസാരിച്ചപ്പോൾ പാസ്റ്റർ ഇങ്ങനെ സംസാരിച്ചതിന്റെ കൂട്ടത്തിൽ പ്രത്യേകിച്ചൊന്നും ഓർത്ത് പറഞ്ഞല്ല, അദ്ദേഹം ഒരു ട്രാക്ട് എഴുതി. അപ്പൊ ഇനി അത് പ്രിന്റ് ചെയ്യണം. ഇപ്പോഴത്തെ കാര്യമല്ല, ഞാൻ 2005 കാര്യമാണ് പറയുന്നത്. അപ്പം ട്രാക്ട് പ്രിന്റ് ചെയ്യണം. അപ്പൊ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഒരു 3000 രൂപ വേണം. അപ്പൊ അതിനുവേണ്ടി പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാനിതെല്ലാം കേട്ടു. പ്രാർത്ഥിക്കാം പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഒരു വിഷയം കൂടെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ദൈവസ്ഥയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത സെഷനിലോട്ട് കയറി. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറയാ, നിന്റെ 3000 രൂപയില്ലേ, അത് പുള്ളിക്ക് ട്രാക്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുക്കും. ഞാൻ എന്റെ കർത്താവ്, ഇവിടെ 10,000 രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകെയുള്ള 3000 അയച്ചു കൊടുക്കുക, ബാക്കി 7,000 ഇങ്ങോട്ട് തരാൻ പ്രാർത്ഥിക്കും, ഈ ഉള്ള 3000 കൂടെ അയച്ചു കൊടുക്കുക. ഇത് എന്നെ ഈ പറയുന്നത്? അതെന്റെ തോന്നലായിരിക്കും, പിന്നെയും പ്രാർത്ഥിക്കായിരിക്കും. കർത്താവ് ഇത് തന്നെ പറയും. സത്യം പറഞ്ഞ ആ ഒരു ദിവസം മുഴുവനും ഞാൻ പല സെഷൻസ് പ്രാർത്ഥിച്ചു. ഇതെന്റെ തോന്നലായിരിക്കും. ഓരോ സെഷനിൽ ഇത് തന്നെ കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ 10 മണി നടിച്ചപ്പോൾ ഞാൻ പോയി ആ 3000 രൂപ പുള്ളിക്ക് അയച്ചു കൊടുത്തു. ഒരാഴ്ചക്കകത്ത് 10,000 അല്ല 15,000 രൂപ എന്റെ കയ്യിൽ വന്നത് ഇപ്പോഴും എന്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന അനുഭവങ്ങളിൽ ഒരനുഭവമാണ്. ഞാനൊരു കാര്യം ദൈവമക്കളെ ഇന്ന് രാത്രി ഇവിടെ വെച്ച് പറയാം. കർത്താവ് പറയുന്നതിനെ കണ്ണുമടച്ചു വിശ്വസിച്ചവരാണ് ഈ അടയാളം പ്രാപിച്ചിട്ടുള്ളത്. എന്താണ് ഈ അടയാളം എന്നറിയാവോ? നിന്നെ കരുതാൻ സർവശക്തനായ ഒരുവൻ ഉണ്ടെന്നുള്ള അടയാളം. നീ ഒഴിഞ്ഞു പോവുകയില്ല എന്ന അടയാളം. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുമെന്നുള്ള അടയാളം. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ തമ്പുരാൻ കൈവിടില്ല എന്ന അടയാളം. അബ്രഹാം ദൈവമുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ചു. അബ്രഹാം ഇന്നൊരു വലിയ സാക്ഷ്യമായി മാറി എന്നുള്ള അടയാളം. ചെങ്കടലിലേക്ക് ഇറങ്ങിത്തിരിച്ച ജനം ചെങ്കടലിന്റെ അക്കരെ കടന്നു എന്നുള്ള അടയാളം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിലപ്പോഴൊക്കെ കർത്താവ് ആഗ്രഹിക്കുന്നത് നമുക്കൊരു അത്ഭുതം നടക്കുന്നതിന് മുമ്പ് ഈ അടയാളമായിരിക്കാം കർത്താവ് ആഗ്രഹിക്കുന്നത്. എരിഹോ കോട്ട വൻമതിലായിട്ട് കെട്ടിവെച്ചിരിക്കുക. ഇന്നേവരെ ആരും അവര് കണ്ടുപിടിച്ച് ഒരു ടെക്നോളജി അനുസരിച്ച് ഈ കോട്ട വീഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ തമ്പുരാൻ കർത്താവ് അവരുടെ അകത്തൊരു അടയാളം കൊടുക്കാൻ ആഗ്രഹിച്ചു. അവരോട് പറഞ്ഞു, ഓരോ ദിവസവും ഇതിന്റെ ചുറ്റും നടന്നേച്ച് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞ എന്നാ? സർവശക്തന്റെ മുഖത്തേക്ക് നോക്കി. ഇതുവരെ എന്നാ പ്രശ്നം എന്നറിയാമോ? ഇവര് കോട്ടയിലേക്ക് നോക്കിയിരിക്കുക, കോട്ടയുടെ ബഹുത്വവും അതിന്റെ വലിപ്പവും കണ്ടുകൊണ്ടിരിക്കുക. ആ പെർസ്പെക്റ്റീവ് ഒന്ന് മാറ്റി അവൻ ദൈവത്തെങ്കിലേക്ക് നോക്കാൻ, ആരാധിക്കാൻ പറഞ്ഞു. ഈ വലിയ കോട്ടയുടെ മുമ്പിൽ നിന്ന് നീ അങ്ങ് ആരാധിക്ക്, ഈ കോട്ട താഴെ വീഴും എന്നുള്ളതിന്റെ ഉറപ്പ് ദൈവത്തിൽ നിന്ന് വരട്ടെ. കർത്താവിനെ അങ്ങ് ആരാധിച്ച് കോട്ടയുടെ ചുറ്റും നടന്ന് ദൈവത്തെ ആരാധിച്ച് 6 ദിവസം ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ജനത്തിന്റെ ഒരു തിരിച്ചറിവുണ്ടായി. ഈ കോട്ടയുടെ മുകളിൽ ഉന്നതനായ ഒരു ദൈവമുണ്ട്, ഉന്നതന്മാരുടെ മുകളിൽ വാഴുന്ന ഒരു അത്യുന്നതനുണ്ട്. ഈ തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ 7-ാം ദിവസം ആർപ്പിട്ടോളാൻ പറഞ്ഞു. അവരാ ശക്തമായ കോട്ടയുടെ മുമ്പിൽ നിന്ന് ദൈവത്തിന് വേണ്ടി ആർപ്പിട്ടപ്പോൾ ആ കോട്ട അവരുടെ മുമ്പിൽ താഴേക്ക് ഇരിക്കുകയാണ്. അവർ നേരെ കടന്നു എന്ന് ആ പട്ടണത്തെ പിടിച്ചടക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അടയാളം എന്താണ്? കർത്താവ് ഒരു കോട്ടയുടെ മുമ്പിൽ നിന്ന് ആർപ്പിടാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് അടയാളം. കർത്താവ് ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞാൽ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്. കർത്താവ് ഇന്നൊരു വ്യക്തിയോട് സുവിശേഷം പറയാൻ പറഞ്ഞാൽ അങ്ങോട്ട് പറയുക എന്നുള്ളതാണ്. ഇന്നൊരു കാര്യം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞ് ഇടവും വലവും നോക്കാതെ അങ്ങ് ചെയ്യുക എന്നുള്ളതാ. രാത്രി ഞാൻ പറയാം, ദൈവത്തെ ആദരിച്ചവരെ ആരെയും ദൈവം കൈവിട്ട ചരിത്രമില്ല. തമ്പുരാൻ കർത്താവ് കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക അവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് ഇരിക്കുന്ന ദൈവമാണ്. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല എന്നുള്ളതാണ്. കർത്താവ് ഈ ശുശ്രൂഷക്കാരെ സംബന്ധിച്ച് കൊടുത്ത ഒരടയാളം. എന്തു പറഞ്ഞാലും കണ്ണടച്ചു വിശ്വസിച്ചോ, പറഞ്ഞത് കർത്താവാണെങ്കിൽ അത് നടക്കും. സ്തോത്രം. വലിയ വിശ്വാസത്തിന്റെ അടയാളമായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ഓരോ സ്റ്റോറീസ്. കുഞ്ഞില്ലാതെ ഭാരപ്പെട്ട ഒരു സഹോദരിയോട് കർത്താവ് പറഞ്ഞു, നീ കുഞ്ഞ് നിനക്ക് ഉണ്ടാകും. അപ്പൊ ഒരു കുഞ്ഞിന്റെ ഉടുപ്പൊക്കെ തയ്പ്പിച്ച് അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചത് നമ്മൾ കേട്ടിട്ടില്ല. അപ്പം വിശ്വാസത്തിന്റെ ചില അടയാളങ്ങളൊക്കെ ദൈവസേനയിൽ പറഞ്ഞ് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ശുശ്രൂഷക്കാരെ സംബന്ധിച്ചുള്ള അടയാളം. അവരോട് പറഞ്ഞതിനെ അവർ ചോദ്യം ചെയ്യാതെ അതുപോലെ അനുസരിച്ചത് കൊണ്ട് അവർ ദൈവപ്രവൃത്തി കണ്ടു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചുള്ള അടയാളം. അപ്പൊ മറിയയെ സംബന്ധിച്ചുള്ള അടയാളം യേശുവിനെ ഒരു മകൻ എന്ന് കാണുന്ന ലെവലിൽ നിന്ന് ഒരു കർത്താവായിട്ട് കാണുന്ന ലെവലിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ്. ശുശ്രൂഷക്കാർക്കുള്ള അടയാളം എന്ത് കൽപ്പിച്ചാലും ചെയ്യുക, കാരണം ഞാൻ ദാസനാണ്. ഇതാണ് വിശ്വാസം. കർത്താവ് തന്നെ പഠിപ്പിച്ചില്ലേ ഒരിക്കല്. എന്താണ് വിശ്വാസം? ഞങ്ങളെ വിശ്വാസം പഠിപ്പിക്കണമെന്ന് ശിഷ്യന്മാരെ എന്ന് പറഞ്ഞപ്പോ കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങളത് ഇമാജിൻ ചെയ്യേ,
ഒരു ദാസൻ പറമ്പി പണിയാൻ പോയി. അവൻ പകലന്തിയോളം പണിത് വേർത്ത് കുളിച്ച് അവന്റെ ശരീരം ഇടിഞ്ഞു നുറുങ്ങുന്ന വേദനയായിട്ട് ഒന്ന് കിടന്നാ മതി എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പം യജമാൻ അവനോട് പറഞ്ഞടാ, നീ പോയി അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞു. അവൻ ആ യജമാനെ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞിട്ട് അവനോട് തന്നെ പറയുക, ഞാൻ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല, എന്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. കഷ്ടതയുടെ പാനപാത്രം എന്റെ കയ്യിലേക്ക് തന്നാലും ചോദ്യം ചെയ്യാതെ അത് പാനം ചെയ്യുമെന്നൊക്കെ പറയുന്ന വിശ്വാസം ഉണ്ടല്ലോ, കർത്താവ് എന്നോട് പറയുന്നതിനെ അത് എന്തു തന്നെയായിരുന്നാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കുമെന്നുള്ള. അപ്പൊ ഞാനൊരു 1-2 എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ ചേർച്ചിലെ ഒരു സഹോദരി കോട്ടയത്ത് ചന്തക്കവല എന്ന് ട്രാക്ട് കൊടുക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദാണ്ട് ആ ബസ്സിലോട്ട് കയറുന്ന ആ സിസ്റ്ററിനോട് ട്രാക്ട് കൊടുക്കാമെന്ന്. പുള്ളിക്കാരത്തി ഇത് കേട്ടവാതി കേൾക്കാതെ ഒരു ഒറ്റ ഓട്ടം. അപ്പോഴേക്കും ആ പുള്ളിക്കാരത്തി ബസ്സിലേക്ക് 1ാമത്തെ സ്റ്റെപ്പ് കയറി പുറകിൽ കൂടെ ചെന്ന് ആ ഷോളെ പിടിച്ച് വലിച്ചേച്ച് ഈ ട്രാക്ട് അങ്ങ് കൊടുത്തു. അപ്പൊ ഇത് പുള്ളിക്കാരത്തി ഇത് മേടിച്ച് ബാഗിനകത്തേക്ക് വെച്ചു. നല്ല തിരക്കുള്ള ബസ്സാണ്. അപ്പൊ ഇത് ലേഖ എന്ന് പറയുന്ന ഒരു സഹോദരിയായിരുന്നു. അപ്പൊ അവര് മൂലയിടത്തിന്റെ ഇപ്പുറത്ത് ബസ് ഇറങ്ങി. എന്നിട്ട് കോട്ടയത്ത് അദ്ദേഹം തന്നെ വീട്ടിലേക്ക് പോകുന്ന വെച്ചാൽ ഈ സഹോദരിക്ക് ഭയങ്കര തകർച്ച നിരാശയായിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് കോട്ടയത്ത് ചന്തക്കവലയിലെ വിഷം മേടിക്കാൻ പോയതാ. അപ്പൊ വിഷമൊക്കെ മേടിച്ച് ബാഗിലിട്ട് ബസ്സിൽ കയറുക, തിരിച്ച് വീട്ടിൽ വന്ന് വിഷം അടിച്ച് ആവാൻ വേണ്ടി പോയതാ. അപ്പൊ ഇങ്ങനെ ബസ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് ഈ സഹോദരിക്ക് തോന്നി, എന്നാ ഒരു പേപ്പർ കഷ്ണം തന്നെ എന്നാന്ന് വായിച്ചേക്കാം. നോക്കിയപ്പോ അതിന്റെ 1ാമത്തെ പേജിൽ യേശു കർത്താവ് ക്രൂശിതനായി കിടക്കുന്ന ചിത്രമാണ്. രക്തം ധാരധാരയായി ഒഴുകുന്ന നിസ്സഹായമായ ആ ഒരു ചിത്രം. അതിന്റെ താഴെ എടുത്തിരിക്കുന്ന ക്യാപ്ഷൻ, ഈ വേദന എന്തിന്? പുള്ളിക്കാരത്തി സത്യമാണല്ലോ, എന്തിനാണ് ഈ മനുഷ്യൻ, ഈ ക്രിസ്ത്യാനികളുടെ ദൈവം ഇത്രയും വേദനപ്പെട്ട എന്തിനാണ് എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്നിരുന്ന ആദ്യം ചെയ്തത് അതിന്റെ മറുപുറത്ത് എഴുതിയിരുന്ന ആ സുവിശേഷ പ്രതി വായിച്ചു. അത് വായിച്ച് പകുതിയായപ്പോഴേക്ക് സഹോദരിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അവരവിടെ വെച്ച് മുട്ടയിൽ നിന്ന് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. ഇന്ന് ഞങ്ങളുടെ ചർച്ചിന്റെ ഒരു ആക്റ്റീവ് മെമ്പറാണ് ലേഖ സിസ്റ്റർ. അവൻ സ്വോത്രം. അതിന്റെ കാരണം എന്നറിയാമോ? ഒരു സഹോദരി ഇടം വലം നോക്കാതെ തമ്പുരാൻ പറഞ്ഞ് അനുസരിക്കാൻ ഓടിച്ചെന്നൊരു ട്രാക്ട് കൊടുത്തതുകൊണ്ട് നാണക്കേട് വിചാരിക്കുന്ന ഒരു വീട്ടിനകത്തിരിക്കത്തേ ഉള്ളൂ. കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവരെ തമ്പുരാൻ ആദരിക്കുന്ന ദൈവമാണ്. ഇന്ന് ആ വിഷയമായി എന്റെ ജീവിതത്തിലെ നഷ്ടങ്ങളെ നോക്കാതെ കർത്താവിന് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു വിധേയത്വമായിരുന്നു ഈ ശുശ്രൂഷക്കാര് കാണിച്ചു തന്ന മാതൃക. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള അടയാളം എന്താണെന്ന് ചോദിച്ചാൽ ചോദ്യം ചെയ്യാത്ത അനുസരണമാണ് അവിടെ നമ്മൾ കാണുന്ന അടയാളം. ഇനി 3, അതിന്റെ 9ാമത്തെ വാക്യം. അത് എവിടെ നിന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. ഇനി 3ാമത്, ഇവിടെ ഈ വിരുന്നുവാഴിക്ക് ഒരു അടയാളമുണ്ട്. എന്താണ് ഈ വിരുന്നുവാഴിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു അടയാളം? എന്തിലേക്കുള്ള സൂചിക, എന്തിലേക്കുള്ള ചൂണ്ടുപലകയായിരുന്നു ഈ വിരുന്നുവാഴിക്ക് ഈ അടയാളം? ഈ വിരുന്നുവാഴിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നു, യഹൂദന്മാരുടെ ഇടയ്ക്ക് ഇതുപോലെ ഒരു കല്യാണത്തിന് സദ്യ ഒരുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിരുന്ന് തയ്യാറാക്കുക, അതിന്റെ മൊത്തം ചുമതല വഹിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ മനുഷ്യൻ ഒത്തിരി കല്യാണങ്ങള് വിരുന്നിന്റെ ചുമതല എടുത്തിട്ടുള്ള ആളാണ്, ഒത്തിരി കാറ്ററിംഗ് നടത്തിയിട്ടുള്ള ആളാണ്, ഒത്തിരി ഇടങ്ങളിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്നേ വരെ സംഭവിക്കാത്ത ഒരു കാര്യം അവിടെ സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? തന്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിപ്പോയി. രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കണക്ക് കൂട്ടലുകൾ ഒരുപക്ഷെ തെറ്റിപ്പോയേക്കാം. നമ്മൾ ചിലപ്പം ചിന്തിക്കും, ഇന്നത് ഇന്ന വിധത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഇന്നത് അങ്ങനെയാകുമ്പോൾ അതിങ്ങനെ ഈ വിധത്തിൽ ചെയ്ത് ഇതെല്ലാം കൂടെ കൂടി ഒരു ദിവസം ഇതെല്ലാം കൂടെ തകർന്ന് താഴെ പോയേക്കാം. ശൂന്യങ്കാരത്തിക്ക് ഒരു കുഞ്ഞിനെ കിട്ടി. പ്രവാചകൻ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞു. ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ശൂന്യങ്കാരത്തേക്ക് ഈ കുഞ്ഞിലേക്കുള്ള ശ്രദ്ധയാണ്. ഈ കുഞ്ഞിനെ സ്നേഹിച്ച് പരിപാലിച്ച് ഇങ്ങനെ ഇതിനെ വളർത്തി ഇതിലേക്ക് സർവ്വ ശ്രദ്ധയും കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയി. ഒരു ദിവസം അപ്പന്റെ കൂടെ വയലിലായിരുന്നു ആ കുഞ്ഞ്. എന്റെ തല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വീണു. ഈ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയുടെ മടി കിടന്ന് ഈ കുഞ്ഞ് മരിച്ചു. കണക്ക് കൂട്ടലുകൾ മുഴുവനും തെറ്റി. സാമാന്യം മാനുഷികമായ കണക്ക് കൂട്ടൽ തെറ്റിപ്പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആലമുറയിടും. നമ്മൾ എന്ത് ചെയ്യും? മൂട്ടിയൊക്കെ പിച്ചിപ്പറിച്ച് ഭ്രാന്ത് പോലെ കിടന്ന് അലറും. നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നിരാശയുടെ വാക്കുകൾ വിളിച്ചു പറയും. നമ്മൾ എന്ത് ചെയ്യും? ദൈവം ഇല്ലെന്ന് വരെ വിളിച്ചു പറഞ്ഞു കളയും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് ഒരു ഫ്യൂണറലിന്
ഞാൻ കടന്നു ചെല്ലുമ്പോൾ എനിക്കറിയാവുന്ന ഒരു ദൈവദാസന്റെ ബ്രദറിന്റെ മരണം. ചെറുപ്പക്കാരൻ, അദ്ദേഹം കുളത്തിലെങ്ങാണ്ട് ചാടിയതാണ്. അവിടെ മീൻപിടുത്തത്തിന് വലയിട്ടിട്ടുണ്ടായിരുന്നു. അത് കാലിൽ തടഞ്ഞ് അവിടെ മരണപ്പെടുകയായിരുന്നു. അപ്പൊ അവിടെ ഫ്യൂണറൽ സർവീസ് നടക്കുമ്പോൾ ഞാൻ ആശ്വാസത്തിന്റെ വചനം പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് യേശു കർത്താവിന്റെ സ്നേഹം കുറഞ്ഞു പോകില്ല ഏത് സാഹചര്യത്തിലും എന്നൊക്കെ പറഞ്ഞതേ ആ സഹോദരി എന്റെ നേരെ ആക്രോശിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഞാൻ ഓർക്കുകയാണ്. എന്താണ് നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്നത്? ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നോ? ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചെറുപ്രായത്തിൽ എന്തുകൊണ്ട് എന്നെ വിധവയാക്കി, ഈ ഇരിക്കുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങളെ എന്തുകൊണ്ട് അനാഥരാക്കി എന്നും പറഞ്ഞുകൊണ്ടൊരു ചോദ്യവും കരച്ചിലും ഒക്കെ ഉണ്ട്. രംഗം മുഴുവൻ വഷളായി പോയി. ഒരു വാക്ക് എനിക്ക് തുറന്ന് പറയാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ആൾക്കാർ എഴുന്നേറ്റ് പുള്ളിക്കാരത്തിയെ പിടിച്ച് അകത്ത് കൊണ്ടുപോയി ഭയങ്കരമായിട്ട് പുള്ളിക്കാരത്തി കരഞ്ഞു. പിന്നെ ഒരു പാട്ടൊക്കെ പാടി ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് ഞാൻ ബാക്കി സംസാരിച്ചത്. പക്ഷെ ആ ചോദ്യം എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ആഴത്തിൽ പതിഞ്ഞു. ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇത്രയും വേദനപ്പെടുമ്പോൾ ദൈവം എവിടെ എന്നൊക്കെയുള്ളൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യം എന്ന് പറയുന്നത് പുതിയൊരു കാര്യമല്ല. നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം അവന്റെ വിചാരം, അവന്റെ മനസ്സിലാക്കല ദൈവം എന്നുള്ളത് എനിക്ക് അല്ലലില്ലാതെ അലച്ചിലില്ലാതെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന എൻ്റെ ഒരു വേലക്കാരൻ എന്നുള്ള കാഴ്ചപ്പാടുള്ളിടത്തോളം കാലം പ്രതിസന്ധിയെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റില്ല. കണക്ക് കൂട്ടൽ തെറ്റുന്നത് ദൈവത്തെ ഉപേക്ഷിച്ചു പോകും. പക്ഷെ വിശ്വാസം അതല്ലെന്നുള്ള തിരിച്ചറിവാണ്. അവൻ സ്വോത്രം, ദൈവാശ്രയം എന്നുള്ളത് അവിടെയാണ് ആരംഭിക്കുന്നുള്ള തിരിച്ചറിവാണ് രാത്രി നമുക്ക് വേണ്ടിയത്. ആമേൻ സ്തോത്രം. ഈ വിരുന്നുവാഴിയെ സംബന്ധിച്ച് ഇത്രയും ചെയ്തിട്ടുണ്ട്, ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഒരിക്കലും താൻ ചിന്തിക്കാത്തതുപോലെ ചില കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി. രാത്രി ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ വളരെ ആഗ്രഹിച്ച് ഒത്തിരി കണക്ക് കൂട്ടിയ കണക്കുകൾ മുഴുവനും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു അടയാളം ഞാൻ വിളിച്ചു പറയാം. നിന്റെ കണക്ക് തെറ്റിയത് തമ്പുരാന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇന്നേ വരെ നീ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാകുന്നത് കാണുക എന്നുള്ളതും, എൻ്റെ കണക്കുകൂട്ടലുകളല്ല വലുത്, എൻ്റെ ദൈവം തീരുമാനിക്കുന്ന തീരുമാനമാണ് വലുത് എന്നുമുള്ള തിരിച്ചറിവിലേക്കുള്ള ദിശാസൂചികയുടെ പേരാണ് അടയാളം. നമ്മുടെ കണക്കുകളൊക്കെ, നമ്മുടെ ചിന്തകളൊക്കെ, നമ്മുടെ പ്ലാനുകളൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്ന് താളടിയായി താഴെ വീണേക്കാം. പക്ഷെ എന്നാൽ ദൈവത്തിന്റെ പദ്ധതി സ്ഥിരമായിട്ട് നിലനിൽക്കും. നമ്മൾ ചിലപ്പം കണക്ക് കൂട്ടുന്നത് നമ്മുടെ ഭാവിയെ കുറിച്ചൊക്കെ ചിന്തിച്ച് അതെല്ലാം ഭയങ്കര കണക്കുകൂട്ടലായിരിക്കും. പക്ഷെ പെട്ടെന്നായിരിക്കും ഇതെല്ലാം കൂടെ തിരിഞ്ഞ് താഴെ പോകുന്നത്. പക്ഷെ തമ്പുരാൻ അവിടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നിന്ന് കണ്ടാ മതി ദൈവത്തിന്റെ പ്രവൃത്തി. ഈ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് കർത്താവ് തന്നെ ഒരു ഉപമ പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു: ഒരു മനുഷ്യൻ ഈ വിത്ത് കൊണ്ടുപോയി വിതച്ചേച്ച് അവൻ വീട്ടിൽ വന്ന് കിടന്നും ഉറങ്ങിയും ഇങ്ങനെ കൂളായിട്ട് മുന്നോട്ട് പോയപ്പോൾ അവൻ അറിയാതെ തന്നെ ആ വിത്ത് മുളച്ചു വരുന്ന പോലെ ആകുന്നു ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയെന്ന്. എന്നുവെച്ചാൽ ആ വിത്ത് വിതച്ചു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ കൺട്രോൾ തീർന്നു, ബാക്കി ദൈവത്തിന്റെ പ്രവൃത്തിയാ. അത് ഒരു വിത്തിന്റെ അകത്തു നിന്ന് ഒരു മുള എങ്ങനെ പുറപ്പെടുന്നു എന്ന് ശാസ്ത്രത്തിന് പോലും ഇന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആ വിത്തിനകത്തു നിന്നൊരു ജീവൻ എങ്ങനെ രൂപപ്പെട്ടു വരുന്നു, അതിലേക്ക് വെള്ളം കയറുമ്പോൾ ആ വിത്തിനകത്ത് രാസമാറ്റം സംഭവിച്ച് ആ വിത്തിന് രൂപീകരണം സംഭവിച്ച് അതിനകത്തുനിന്നൊരു മുള ഇത് പൊട്ടി ഇതിന്റെ തോട് പൊട്ടിച്ച് പുറത്തേക്ക് വന്ന് ആ മുള ഒരു വലിയ സസ്യമായിട്ട് മാറിയിട്ട് അനവധി വിത്ത് ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഇന്നും മനുഷ്യന് പറയാനുള്ള മറുപടി ഇതൊരു അത്ഭുതമാണെന്നുള്ളതേ ഉള്ളൂ. എന്തിനേറെ ഒരു പല്ലിയുടെ മുട്ട, അതിനായിട്ടുള്ള ദ്രാവകം, ആ ദ്രാവകം എങ്ങനെ ഈ കണ്ണും മൂക്കും നാക്കും ഒക്കെ ഉള്ള ഒരു പല്ലിയായിട്ട് മാറുന്നു എന്ന് ചോദിച്ചാൽ ശാസ്ത്രത്തിന് ഇന്നും അതൊരു അത്ഭുതമാണ്. വയറ്റിനകത്ത് വളരുന്ന ഒരു കുഞ്ഞ് 4-ാം മാസത്തിൽ അതിന് ഇന്ന അവയവങ്ങൾ രൂപപ്പെട്ടിരിക്കണമെന്ന് ആര് തീരുമാനിച്ചു? സർവശക്തനായ ദൈവം തീരുമാനിച്ചു. മെഡിക്കൽ സയൻസിനോട് ചോദിച്ചാൽ അവർ പറയും ബേബി ഈസ് എ മിറക്കിൾ. അത്രേ അവർക്ക് അറിയൂ. രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തിലെ നിന്റെ കണക്ക് കൂട്ടലുകൾ മുഴുവനും ആ പാദപീഠത്തിലോട്ട് വെച്ചോ. ദൈവത്തിന്റെ കണക്ക് കൂട്ടലുകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ദൈവം പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ദൈവത്തിന്റെ കണക്ക് കൂട്ടലുകളാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളത് എന്നുള്ള അടയാളമാണ് വിരുന്നുവാഴി അന്ന് അവിടെ വെച്ച് മനസ്സിലാക്കിയത്. ഈ വീഞ്ഞ് തീർന്നു പോയി കഴിഞ്ഞപ്പം
ഇച്ചിരിയും കൂടെ വീഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ, എവിടുന്നെങ്കിലും ഒരു അല്പം കൂടെ സപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ച് ഭാരപ്പെട്ട് കണക്ക് കൂട്ടലുകൾ തെറ്റിയിരിക്കുന്ന സാഹചര്യത്തില് ഒരു കൽപാത്രം എന്ന് പറഞ്ഞാൽ 2 or 3 പറ വെള്ളം കൊള്ളുന്നതാണ്. ഏകദേശം 30 ഗാലൻ. അങ്ങനെ 6 കൽപാത്രം എന്ന് പറഞ്ഞാൽ 180 ഗാലൻ എന്ന് വെച്ചാൽ ഏകദേശം 810 ലിറ്റർ വീഞ്ഞാണ് അവിടെ ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ ഇത് ചെറിയ അവിടുത്തെ ഒരു ഡെഫിഷ്യൻസി ചെറുതായിരിക്കാം, പക്ഷെ തമ്പുരാൻ ആ കുറവിനെ നികത്തിയപ്പം സമൃദ്ധിയായിട്ടാ ദൈവം നികത്തിയത്. ഇതാ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും. നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പം ആ പാദപീഠത്തിലേക്ക് മുറുകെ പിടിച്ച് ആശ്രയിച്ചോ. ദൈവം നിന്റെ കണക്കുകൂട്ടലിന്റെ അപ്പുറത്ത് നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പദ്ധതി അയക്കുമ്പോൾ ചെറിയ രീതിയിലല്ല, ദൈവം സപ്ലൈ ചെയ്യുന്നത് സമൃദ്ധിയായ രീതിയിലായിരിക്കും. നാം അവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം, നാം തന്നെ അത്ഭുതപ്പെട്ടു പോകത്തക്കവണ്ണം, നമ്മുടെ കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കാൻ പോലും പ്രയാസമാകുന്നത് പോലെയുള്ള അളവ്, അതാ പറയുന്ന അമർത്തി കുലുക്കിയുള്ള ഒരു അളവ് നമ്മുടെ മടിയിൽ തരുവാൻ ശക്തനായൊരു ദൈവം. ദൈവത്തെ മാനിക്കുന്ന ദൈവപൈതലേ, നിന്റെ കണക്ക് കൂട്ടലുകൾ ആ പാദപീഠത്തിൽ സമർപ്പിക്കുന്ന ദൈവപൈതലേ, ദൈവത്തിന്റെ മുഖത്തേക്ക് വചനം പറയുന്ന പോലെ ദാസന്റെ കണ്ണ് യജമാനന്റെ കണ്ണിലേക്ക് എന്നതുപോലെ, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കണ്ണിലേക്ക് എന്നതുപോലെ കർത്താവിന്റെ കണ്ണിലേക്ക് നോക്കുന്ന ദൈവപൈതലേ, കണക്ക് കൂട്ടലുകൾ തെറ്റുന്നിടത്ത് തമ്പുരാൻ ഇറങ്ങി വരുമ്പോൾ ആ ദൈവപ്രവൃത്തി നാം വിസ്മയിച്ചു പോകത്തക്കവണ്ണം ഒരത്ഭുതമായിരിക്കും. അതാണ് അവിടുത്തെ അടയാളം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇപ്പം സാരഫാത്തിലെ വിധവ, അവൾക്കൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. ഈ ക്ഷാമം ഇങ്ങനെ മുന്നോട്ട് പോകും തോറും നമുക്കൊരു കാര്യം ചെയ്യാം, ഉള്ളതിന് സ്പെയറിങ്ങിൽ ഉപയോഗിക്കാം, ഉള്ള ധാന്യത്തെ ഇച്ചിരി ഉപയോഗിക്കാം. അങ്ങനെ അവള് കുറച്ച് അവൾക്ക് കൊച്ചിന് കുറച്ച് കൊടുത്ത് അങ്ങനെ കണക്കൂട്ടി അവസാനം എല്ലാം തീർന്നു. ഇനി ഒരട ഉണ്ടാക്കാൻ ബാക്കിയുണ്ട്, അതിനുള്ള ഒരല്പം എണ്ണയും ഉണ്ട്. അപ്പം പ്രവാചകൻ വന്നിച്ച് പറഞ്ഞു, അതുണ്ടാക്കി ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അവളുടെ കണക്കൂട്ടൽ അതുണ്ടാക്കി കൊടുത്ത് അതോടെ തീരുക എന്നുള്ളതാണ്. പക്ഷെ പ്രവാചകൻ പറഞ്ഞപ്പം അവളുടെ കണക്കൂട്ടലൊക്കെ മാറ്റി വെച്ചേച്ച് പരാജയപ്പെട്ടിടത്ത് അവൾ പ്രവാചകൻ പറഞ്ഞ് അനുസരിച്ചു. പ്രവാചകന്റെ മറുപടി, ഇനി ആമേൻ സ്തോത്രം, ദേശത്ത് സമൃദ്ധി ഉണ്ടാകും വരെ നിന്റെ കലത്തിലെ മാവ് തീരുകയില്ല, നിന്റെ കലശത്തിലെ എണ്ണ കുറയുകയില്ല. അവക്ക് അന്ന് മനസ്സിലായി. ആമേൻ സ്തോത്രം. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ആ വാക്യം കൂടെ ചേർത്ത് പറയാം. അന്ന് ക്ഷാമം ഉണ്ടായപ്പോൾ യഹൂദന്മാരുടെ ഇടയ്ക്ക് അനവധി വിധവമാരുണ്ടായിരുന്നു. അവരെ ആരെയും അല്ല ദൈവം കണ്ടത്, അങ്ങ് സീദോനിലെ സരപ്തയിൽ, യഹൂദ ജാതിയുമായിട്ടൊരു ബന്ധമില്ലാത്ത സീദോന്, സീദോനെ എന്നൊക്കെ വിളിച്ചു പറഞ്ഞൊക്കെ അയ്യോ കഷ്ടം എന്നൊക്കെ പറഞ്ഞോണ്ടുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുമായിരിക്കും. അതുപോലുള്ള ഒരു സ്ഥലത്തുള്ള ഒരു വിധവയെ ആദരിക്കാൻ ദൈവത്തിന് മനസ്സായത് തമ്പുരാന്റെ കണക്കുകൂട്ടൽ മാനുഷികമായ ചിന്തകൾ പോലെയല്ല. മാനുഷികമായി മനുഷ്യൻ വിധി പറയുന്നതും മനുഷ്യൻ വിധി പ്രഖ്യാപിക്കുന്നതും ആമേൻ തലയിൽ ചുമന്നുകൊണ്ട് ഭാരപ്പെട്ട് നടക്കണ്ട. അവരുടെ കണക്കുകൂട്ടലുകളൊക്കെ ദൈവം മാറ്റി മറിക്കും. സ്തോത്രം. മനുഷ്യന്റെ കണക്ക് കൂട്ടലുകൾക്കപ്പുറത്ത് ദൈവത്തിന്റെ ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട്. രക്തസ്രാവക്കാരി അവള് കണക്കൂട്ടി എന്നറിയാം, ആളുകളുടെ ഇടയിൽ കൂടെ ചെന്ന് ആരും അറിയാതെ ആ വസ്ത്രത്തിന്റെ വിളുമ്പിലെങ്കിലും തൊട്ട് സൗഖ്യമായിട്ട് ആരും അറിയാതെ തിരിച്ചു വരണം എന്നായിരുന്നു വിചാരിച്ചു. പക്ഷെ ഇവള് തൊട്ടു, ഇവള് സൗഖ്യമായി. അടുത്ത സെക്കൻഡിൽ കർത്താവ് വിളിച്ചു പറയുകയാണ്, ആരോ എന്നെ തൊട്ടു എന്ന് വെച്ചാൽ കർത്താവ് അവളെ ഇങ്ങനെ എക്സ്പോസ് ചെയ്തു. അവളുടെ കണക്കുകൂട്ടലല്ല അവിടെ നടന്നത്, അവളെ ഒരു അത്ഭുത സാക്ഷ്യമാക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ കണക്കുകൂട്ടല്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി മുന്നോട്ട് എന്റെ കണക്കുകൾ മുഴുവനും ഇവിടെ അവസാനിക്കുന്നു എന്ന് പറയുന്നിടത്ത് ദൈവത്തില് നിന്നോട് തിരിച്ചു പറയും, നിന്റെ കണക്ക്, ആ തെറ്റിപ്പോയ കണക്ക് എന്റെ പാദപീഠത്തിലേക്ക് വെക്ക്, ഞാനത് സ്വീകരിക്കാം. എന്നിട്ട് എന്റെ രീതിയിലേക്ക് നിന്റെ ജീവിതത്തിലെ പ്രവൃത്തി ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ 1998 ഡിഗ്രി കഴിഞ്ഞ് ഒരു ജേർണലിസ്റ്റ് ആവണമെന്നൊക്കെ വിചാരിച്ചിരുന്ന എന്നെ, എന്റെ കണക്കുകൂട്ടലുകൾ മുഴുവനും ദൈവത്തിന്റെ പ്ലാൻ അല്ലെന്ന് തമ്പുരാൻ പറഞ്ഞ നിമിഷം കർത്താവിന്റെ പാദപീഠത്തിൽ എന്നെ തന്നെ സമർപ്പിച്ചു. അന്നു മുതൽ ദൈവം എനിക്ക് വേണ്ടി കണക്കുകളെ കൂട്ടാൻ തുടങ്ങി. ദൈവം എനിക്ക് വേണ്ടി പാതകളെ ഒരുക്കാൻ തുടങ്ങി.
ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ പ്ലാനും ജീവിതത്തിൽ നിറവേറാൻ തുടങ്ങി. ഇവിടെ ഇരിക്കുന്ന പലരും അതിന്റെ അനുഭവങ്ങളാണ്, സാക്ഷ്യങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് DL മൂഡി പറഞ്ഞതുപോലെ എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ജീവിതത്തിന്റെ രഹസ്യം വേറെ ഒന്നുമല്ല, ഞാൻ ഒരു വസ്തു എന്നതുപോലെ എന്നെ തന്നെ എടുത്ത് തമ്പുരാന്റെ കയ്യിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ പിന്നെ നിയന്ത്രണമില്ല നമുക്ക്. ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മൾ എറിഞ്ഞു കൊടുത്താൽ പിന്നെ നമുക്ക് നിയന്ത്രണമില്ല. അങ്ങനെ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു. ആ എറിഞ്ഞു കൊടുത്തത് തൊട്ട് ദൈവം തന്നെ റിസീവ് ചെയ്തു. അവിടെ തൊട്ട് ദൈവത്തിന്റെ പ്ലാനാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. കാഴ്ചപ്പാട് പോലും ദൈവീയ കാഴ്ചപ്പാടായിട്ട് മാറി. ഒരു ദിവസം DL മൂഡി സഞ്ചരിച്ച ഒരു കപ്പല് മുന്നോട്ട് പോകാൻ പറ്റാതെ നങ്കൂരിട്ടിരിക്കുകയാണ്. തനിക്കാണെങ്കിൽ ഒരു സ്ഥലത്ത് എത്തിച്ചേരണം. ക്യാപ്റ്റനോട് സംസാരിക്കുമ്പോൾ ക്യാപ്റ്റൻ പറയുന്നത് മഞ്ഞ് മൂടിക്കിടക്കുക, പോകാൻ പറ്റത്തില്ല, അങ്ങോട്ട് ബൈനോക്കുലർ നോക്കും, ഒന്നും കാണുന്നില്ല. അപ്പൊ ഈ മനുഷ്യൻ DL മൂഡി ഇങ്ങോട്ട് ബൈനോക്കുലർ മേടിച്ചേച്ചത് എന്റെ കണ്ണിലേക്ക് വെച്ചു പറഞ്ഞു, എനിക്കൊരു നല്ല ശുഭ തുറമുഖം കാണാമല്ലോ, നല്ല ക്ലിയർ ആയിട്ട് എനിക്കത് കാണാമല്ലോ. ഇദ്ദേഹം തട്ടിപ്പറിച്ചു, എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ DL മൂഡി പറഞ്ഞു, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ചിലത് കാണാൻ കഴിയുന്ന കാഴ്ചപ്പാട് എന്റെ അകത്തുള്ളത് കൊണ്ട് എനിക്ക് കാണാം, അത് വിശ്വാസത്താൽ ഞാൻ പറഞ്ഞതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സ്തോത്രം. ദൈവത്തിന്റെ കണക്ക് കൂട്ടലിനെ സ്വീകരിക്കുന്ന ഓരോ ദൈവബോധനും ഇതുപോലെ പ്രഖ്യാപനങ്ങൾ നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ യേശുവിന്റെ അമ്മയെ സംബന്ധിച്ച് ഇവിടുത്തെ അടയാളം എന്ന് പറയുന്നത് യേശുവിനെ മകൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് കർത്താവ് എന്നുള്ള സ്ഥാനത്തേക്കുള്ള ഒരു മാറ്റമായിരുന്നു. ശുശ്രൂഷക്കാർക്ക് ഇവിടുത്തെ അടയാളം എന്ന് പറയുന്നത് എന്റെ ബുദ്ധിക്ക് നിരക്കുന്നതല്ലെങ്കിലും എന്നോട് എന്ത് കൽപ്പിച്ചാലും ഞാൻ ചെയ്യും എന്നുള്ള ഒരടയാളം, അവിടുന്ന് മാത്രമേ ദൈവപ്രവൃത്തി കാണാൻ പറ്റൂ എന്നുള്ള അടയാളമായിരുന്നു. വിരുന്നുവാഴിയെ സംബന്ധിച്ച് തന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയേക്കാം എന്ന ഒരു അടയാളമായിരുന്നു. ദൈവത്തിന്റെ കണക്കാണ് ജയിക്കുന്നത് എന്ന ഒരടയാളമായിരുന്നു. എന്നാൽ ഈ വീട്ടുകാരോട് പറയുന്നുണ്ടല്ലോ, മണവാളനെ വിളിച്ച് വീട്ടുകാരോട് പറയുന്ന ഒരു വാക്യമുണ്ട്, ഏറ്റവും നല്ലത് ആദ്യം കൊടുക്കും, പക്ഷെ ഇവിടെ ഏറ്റവും നല്ലത് അവസാനത്തേക്ക് മാറ്റി വെച്ചല്ലോ. ഞാൻ ഓർക്കായിരുന്നു, ഈ വീട്ടുകാരെ സംബന്ധിച്ച് ഇവിടെ ഒരു അടയാളമുണ്ട്. ഞാൻ വിചാരിക്കുക, ഈ വീട്ടുകാർക്ക് വീഞ്ഞു തീർന്നു പോയെങ്കിൽ ഇവരുടെ കാൽക്കുലേഷൻ ഇപ്പൊ ഇത്ര നമ്പർ ആൾക്കാരെന്നൊക്കെ വിചാരിച്ചായിരിക്കും വിളിച്ചത്. അപ്പം ഒരു കുറച്ചു പേരെയൊക്കെ കൂട്ടുക, കാരണം ഒരു പക്ഷെ അവർക്ക് അത്രയ്ക്കും സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവരായിരുന്നിരിക്കാം. അപ്പം എന്ന് വെച്ചാൽ സകല ആളുകൾക്കും പണക്കാരൊക്കെ ആണെങ്കിൽ 100 പേരെ വിളിച്ചാൽ 150 പേർക്കുള്ളത് കരുതും. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു 1000 പേരെ വിളിച്ചാൽ കറക്റ്റ് 1000 പേർക്കുള്ളവർക്ക് കരുതാനുള്ള ഒരു ഇതേ അവർക്ക് സാമ്പത്തികമായുള്ളായിരുന്നുള്ളായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവിടെ ഒരു ഡെഫിഷ്യൻസി വന്നത്. പക്ഷെ എന്താണെങ്കിലും കൊള്ളാം, നിരാശയുടെ പടുകുഴിയിലേക്ക്, നിന്നാവിഷയമാകുന്ന അനുഭവത്തിലേക്ക് നിബന്ധിച്ചു പോയൊരു കുടുംബത്തെ കർത്താവ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം കൈപിടിച്ച് കയറ്റിയപ്പോൾ അവർക്കൊരടയാളം കിട്ടി. എത്ര താഴേക്ക് ആഴ്ന്നു പോയാലും പെരുവെള്ളത്തിൽ നിന്നാണെങ്കിലും എന്നെ കൈപിടിച്ച് കയറ്റാൻ കഴിയുന്ന ഒരു സർവശക്തൻ എന്റെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ മുങ്ങിപ്പോവുകയില്ല. വലിയ കുഴിയിലേക്ക്, ചെളിയിലേക്ക് ഞാൻ ആണ്ടുപോകുന്ന അവസ്ഥ വന്നാലും എന്റെ ഭവനത്തിൽ എന്റെ നിയന്ത്രിതാവായ ഒരുവനുണ്ടെങ്കിൽ അവൻ കൈപിടിച്ച് എന്നെ ചെളിയിൽ നിന്ന് കരകയറ്റുവാൻ ശക്തൻ എന്നുള്ള അടയാളം കൂടിയായിരുന്നു ആ കുടുംബത്തിന് കർത്താവ് ചെയ്ത ഈ പ്രവൃത്തി. നമ്മുടെയൊക്കെ ജീവിതത്തില് കണ്ണുനീരൊഴുക്കുന്ന വേളകളിൽ ഈ സഹായിയായ കർത്താവ് പ്രത്യക്ഷനായിരുന്നു. സ്തോത്രം. ദൈവസ്ഥലിരുന്ന് കരയുന്ന ഒരു രാജാവുണ്ട്. അദ്ദേഹം പറയുന്ന ഇതാണ്, ഹിസ്കിയ രാജാവ് പറയുന്ന ഇതാണ്, ദൈവമേ, ഇവിടെ ഭയങ്കരമായിട്ട് ശത്രു സൈന്യം വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിക്കാൻ അങ്ങല്ലാതെ വേറെ ആരുമില്ല. രാജൻ എന്ന് പറഞ്ഞു, നീ ഭാരപ്പെടണ്ട, ഞാൻ അവനെ മൂക്കുകയറിട്ട് അവന്റെ സ്വന്തം രാജ്യത്തേക്ക് ഓടിക്കുന്നു. അതുപോലെ തന്നെ ഒരാൾ വന്ന് പറഞ്ഞു, നമ്മുടെ രാജ്യത്തെ വേറൊരു രാജ്യം ആക്രമിക്കുന്നു പറഞ്ഞു. ഇയാള് മൂക്കുകയറിട്ട് ഓടിക്കുന്ന പോലെ അവിടുന്ന് ഓടിപ്പോയി. ഇത്രയൊക്കെ ഉള്ളൂ. സ്തോത്രം. നിസ്സഹായതയുടെ അങ്ങേ അറ്റത്തേക്ക് താഴ്ന്നു പോയാലും നമ്മൾ പാടാത്ത ഒരു പാട്ടില്ലേ, എന്തു നല്ലൊരു സഖി യേശു, എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിയിടായിക നിമിത്തം. നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളൊക്കെ കർത്താവിനോട് പറയുന്നത് വരെ ഭാരമായിട്ട് നിൽക്കത്തുള്ളൂ.
ആ ഭവനത്തിനകത്ത് കർത്താവ് വസിക്കുന്നിടത്തോളം ആ ഭാരങ്ങൾക്ക് നിലനിൽക്കാൻ സാധ്യമല്ല, ആ വേദനകൾക്ക് നിലനിൽക്കാൻ സാധ്യമല്ല, ആ നിരാശയ്ക്ക് എന്നേക്കുമായിട്ട് നമ്മുടെ മനസ്സിൽ സ്ഥാനമില്ല. നമ്മുടെ ഭവനത്തിനകത്ത് ആ കുറച്ചിലിന് എന്നേക്കുമായി സ്ഥാനമില്ല. കാരണം നമ്മുടെ ഭവനത്തിൽ കർത്താവ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഭവനത്തിന്റെ നിയന്ത്രണം കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, വെറും കൽപാത്രത്തിലെ വെള്ളം മതി കർത്താവിന് നമ്മുടെ നിന്ദയെ മാറ്റിക്കളയുവാൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവിൽ വിശ്വസിക്കുവാൻ ഇതൊരു അടയാളമായിട്ട് ആ കുടുംബത്തിന് മാറുകയാണ്. സ്തോത്രം. ലാസറിന്റെ ഭവനത്തിലേക്ക് ആ കർത്താവ് കയറി ചെന്നത് ആ ഭവനത്തിലെ നിന്ദയെ ഉരുട്ടി മാറ്റുവാൻ മുഖാന്തരമായി. ഈ കല്ല് ഉരുട്ടി മാറ്റുവീൻ എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ അവിടെ നിന്ന ആളുകൾ എത്ര പേരാണ് പറഞ്ഞത്, നിങ്ങൾ യേശുവിനെ സ്നേഹിച്ചിട്ട് ഇതാണോ നിങ്ങൾക്ക് കിട്ടിയത്? യേശു നിങ്ങളെ കുരുടന്റെ കണ്ണ് തുറന്നവന് ഈ മനുഷ്യൻ മരിക്കാതാക്കാൻ പറ്റിയില്ലയോ? ആത്മീയതയെ ചോദ്യം ചെയ്തുകൊണ്ട്, കർത്താവിനോടുള്ള സ്നേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വിമർശിക്കാൻ വേണ്ടി നിൽക്കുന്ന ഈ ഒരുപറ്റം ആളുകളുടെ നടുവിലേക്ക് യേശു എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ചുക്കാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം ഈ പടകിൽ എഴുന്നേറ്റ് നിൽക്കുന്ന കർത്താവിനെ കാണുന്നുണ്ടെങ്കിൽ അടുത്തത് കാറ്റേ അടങ്ങുക എന്ന ശബ്ദമായിരിക്കും. ആ ഭവനത്തിനകത്ത് ആ കുറവിനെ മുഴുവനും നികത്തുന്ന അളവിലേക്ക് ആ ദൈവത്തിന്റെ പ്രവൃത്തി ആ കുടുംബാംഗങ്ങൾ കണ്ടപ്പോൾ അവർക്കൊരു അടയാളമായ ഒരു ദിശാസൂചികയായി എന്റെ ബലഹീനതയെ, എന്റെ കുറവിനെ, എന്റെ നിസ്സഹായതയെ നികത്തുവാൻ കഴിയുന്ന ഒരുവൻ സർവശക്തനാണെന്നുള്ള തിരിച്ചറിവ്. വിരുന്നുവാഴിക്ക് ആ കണക്കുകൂട്ടലുകൾ തെറ്റിയതാണെങ്കിൽ ഈ വീട്ടുകാർക്ക് അവരുടെ ജീവിതത്തിന്റെ നിസ്സഹായതയെ മാറ്റുന്ന കർത്താവിനെ കാണാൻ കഴിഞ്ഞു എന്നുള്ള അടയാളമാണ്. ഇന്ന് രാത്രി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് ഈ അടയാളങ്ങൾ നമ്മുടെയും അനുഭവമായി മാറട്ടെ. മറിയ മകൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് കർത്താവ് എന്ന സ്ഥാനത്തേക്ക് ആ ഒരു ട്രാൻസിഷൻ എന്നുള്ളതായിരുന്നു മറിയക്കുണ്ടായ അടയാളം. ശുശ്രൂഷകർക്കുണ്ടായിരുന്ന അടയാളം എന്തു പറഞ്ഞാലും അത് അനുസരിക്കുക, എങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി കാണാൻ പറ്റൂ എന്നുള്ള അടയാളമായിരുന്നു. വിരുന്നുവാഴിക്കുള്ള അടയാളം എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റും, പക്ഷേ എന്റെ കർത്താവിലേക്ക് നോക്കുക എന്ന് മാത്രമാണ് എന്നുള്ളൊരു അടയാളമായിരുന്നു. വീട്ടുകാരെ സംബന്ധിച്ചുള്ള അടയാളം നിരാശയുടെ പടുകുഴിയിലേക്ക് താഴ്ന്നു പോയാലും, നിസ്സഹായത അങ്ങറ്റത്തേക്ക് പോയാലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അതിനെ മുഴുവനും നികത്താൻ സർവശക്തനാണെന്നുള്ള വിശ്വാസം അവർക്കുണ്ടാകുക എന്നുള്ളതായിരുന്നു. ഇന്ന് രാത്രി അത്ഭുതങ്ങൾ അടയാളമായി നമ്മുടെ ജീവിതത്തിൽ മാറട്ടെ. അടയാളങ്ങളിലൂടെ ക്രിസ്തുവിനെ കൂടുതൽ കൂടുതലായിട്ട് അനുഭവിച്ചറിയുന്ന ഒരു വിശ്വാസ ജീവിതം ദൈവം നമുക്ക് തരട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരമൊരുക്കിയ ദൈവസഭയ്ക്ക്, കർത്താവിന്റെ ദാസന്മാർക്ക് നന്ദി പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.